ഹായ് ഓൾ, ഇന്നൊരു ഷോർട്ട് റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഈ വേറെ ധരിക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക് ഒരു 2 മാസമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ വേറെ തേക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ്. അതുപോലെ നമുക്ക് വന്നേക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടി ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന ഈ ഒരു മറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നല്ലൊരു മറൂൺ ആണ് കേട്ടോ. ആൻഡ് ഈ ഒരു പൗഡർ ബ്ലൂ ഉണ്ട്. അതുപോലെ ഈ ഒരു ഞാൻ വേറെ സെയിം ചില്ലി റെഡ് തന്നെ. ഫസ്റ്റ് തന്നെ ഈ ഒരു മറൂൺ കാണാം കേട്ടോ. നല്ല രസമുള്ളൊരു മറൂണാണ്. ഇനി ഇത്രയും ബ്രൈറ്റ് ഷെയ്ഡ് വേണ്ടാന്നുള്ളവർക്ക് നല്ലൊരു മെറ്റീരിയൽ. ഇതിൻ്റെ എംബ്രോയ്ഡറി ക്ലോസ് ആയിട്ട് നോക്കിയോ. ഇതാണ് എൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി. നല്ല ജെറ്റ് ബ്ലാക്കിലാണ് അതിൻ്റെ ത്രെഡ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ താഴോട്ടായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ താഴോട്ടായിരിക്കും ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്ക് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെ സിമ്പിളായിട്ട് പെയർ ചെയ്യാം. ഇത് ഞാൻ സെയിം ബോട്ടത്തിൻ്റെ കൂടെയും വെയർ ചെയ്തായിരുന്നു. പക്ഷേ സെയിം ബോട്ടത്തിനേക്കാളും കൂടുതൽ കോൺട്രാസ്റ്റ് ആ ഒരു ബ്ലാക്ക് ഇടുന്നതാണ് ഭംഗി വരുന്നത് കേട്ടോ. 350 per meter, 44 inches ആണ് വിട്ട് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചും കൂടെയും പേസ്റ്റൽ ടോൺ വേണമെന്നുള്ളവർക്ക് നല്ലൊരു പൗഡർ ബ്ലൂ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു പൗഡർ ബ്ലൂ. നല്ല അടിപൊളി ഒരു പേസ്റ്റൽ ടോൺ ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് ബോട്ടം ഇട്ടാൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ വൈറ്റ് ബോട്ടം. ഇത് നമുക്ക് വൈറ്റ് ബോട്ടം ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ഡൈയബിൾ ആയിട്ട് വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു മെറ്റീരിയലാണ് വൈറ്റ് ബോട്ടത്തിന്. നമുക്ക് നോർമലി അത്യാവശ്യം തിക്നെസ് ഉള്ളത് കിട്ടാറില്ല. ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ഒരു സൈഡിലേക്കാണ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത്. കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത്രയും തിക്നെസ്സും ഉണ്ട്. വൈറ്റ് നമുക്ക് അത്ര തിക്നെസ്സിന് കിട്ടാറില്ല നോർമലി. സോ അത്യാവശ്യം നല്ലൊരു തിക്നെസ് ഉള്ള ഒരു വൈറ്റ് കോട്ടൺ ഫാബ്രിക്കാണ്. നമുക്ക് ബോട്ടത്തിന് സ്റ്റിച്ച് ചെയ്യാനെടുക്കാം. 185 ആണ്, ബിക്കോസ് ഇത് ഡൈയബിൾ ആണ്. ആൻഡ് 36 inches ആണ് വിട്ടുള്ളൂ. അതുകൊണ്ട് 2 മീറ്റർ വേണ്ട ആളുകൾ 2.25 മീറ്റർ എടുക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് തികയുള്ളൂ. സോ 2.5 എടുക്കുന്നവർ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം. 36 inches ആണ് ബോട്ടത്തിൻ്റെ വിട്ട് വരുന്നത്. ആൻഡ് 185 ആണ് പെർ മീറ്റർ റേറ്റ്. ആൻഡ് ടോപ്പ് ഫാബ്രിക് 350 per meter, 44 inches വിട്ട്. നെക്സ്റ്റ് ഞാൻ വേറെ തേക്കുന്ന സെയിം ബ്ലഡ് റെഡ് ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഫാബ്രിക്കാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഈ ഒരു ഫാബ്രിക്. ഇങ്ങനെ വരുന്നു. ഞാൻ വേറെ സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കിടക്കുന്നതും മേത്തിടുന്നതും കാണുമ്പോൾ ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ നല്ലൊരു ബ്ലഡ് റെഡും ചില്ലി റെഡും കൂടെയും മിക്സ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് അതിൽ ത്രെഡിൻ്റെ വർക്ക് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ലൊരു റെഡുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. 350 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 inches ആണ് വിട്ട്. നമുക്ക് സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ബ്ലാക്ക് ബോട്ടം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മെറ്റീരിയൽ നമുക്ക് ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിച്ചൊരു മെറ്റീരിയലായിരുന്നു. സോ ഈ ഫാബ്രിക് ഇങ്ങനെ വരുന്നു. ബ്ലാക്ക് ബോട്ടം ഫാബ്രിക്കും നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ട് നമുക്കൊരു ബ്ലാക്ക് ബോട്ടം വെയർ ചെയ്യാവുന്നതാണ്. 185 per meter, 44 inches വിട്ടിൽ വരുന്ന ജാം കോട്ടൺ ഫാബ്രിക്കാണ്. ഒരു സിൽക്ക് ഫീലുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇത് നമുക്ക് ഷർട്ടിന് എടുക്കാനും അടിപൊളിയാണ്. പാൻറ്റിനും ടോപ്പിനും എല്ലാത്തിനും പറ്റിയ മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. 185 per meter, 44 inches ആണ് വിട്ട് വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ബോട്ടത്തിന്. ചുരി പാൻറ്റും അടിക്കാം, അല്ലാതെ പാരലൽ പാൻറ്റിനും നല്ലതാണ്. 185 per meter. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്